LDF സ്ഥാനാർത്ഥി M. സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഉപവരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ MP സിന്ധു മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി PP സുനീർ MP, PK സൈനബ, മന്ത്രി V. അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പം എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. LDF പ്രവർത്തകരുടെ പ്രകടനമായി എത്തിയായിരുന്നു പത്രിക സമർപ്പിച്ചത്. പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്ന് റോഡ് ഷോയുമായി എത്തിയാണ് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസ് നേതാവ് EA സുഗു, ഓട്ടോ ഡ്രൈവർ സലാഹുദ്ദീൻ, കർഷകൻ സജി, വഴിയോര കച്ചവടക്കാരൻ ഷബീർ എന്നിവർക്കൊപ്പം എത്തിയാണ് ഉപവരണാധികാരി നിലമ്പൂർ തഹസിൽദാർ MP സിന്ധുവിന് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് കൂടി കളത്തിലിറങ്ങിയതോടെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തം. പ്രകടനത്തിന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി, BJP നാഷണൽ കൌൺസിൽ അംഗം PK കൃഷ്ണദാസ്, BJP ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് PR രശ്മിൽനാഥ്, BDJS നേതാവ് ഗിരീഷ് മേക്കാട്, BJP നേതാക്കളായ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് S. സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയാണ് ഇന്ന്. UDF സ്ഥാനാർത്ഥി ആരാടൻ ഷൌക്കത്തും SDPI സ്ഥാനാർത്ഥി സാദിഖ് നടത്തോടി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതോടെ നിലമ്പൂരിൽ പ്രചാരണം സജീവമാകും. സി മലയാളം ന്യൂസ്, മലപ്പുറം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.